ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. 2025 ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടനായ വ്യക്തി ആരാണ്? മോഹൻലാലാണ്. 2025 ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട ചലച്ചിത്ര നടനായ വ്യക്തി മോഹൻലാലാണ്. 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? വിക്ടോറിയയാണ്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ ടെസ്റ്റ് പരമ്പര ജേതാക്കൾക്ക് 2025 മുതൽ നൽകുന്ന ട്രോഫി ഏതാണ്? ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫിയാണ്. ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫി. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ ടെസ്റ്റ് പരമ്പര ജേതാക്കൾക്ക് 2025 മുതൽ നൽകുന്ന ട്രോഫിയാണ് ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? മനേസറാണ്, ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് മനേസറാണ്, ഹരിയാന. സൗരോർജ്ജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? ദിയു ആണ്. സൗരോർജ്ജം വഴി മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ദിയു ആണ്. 2025 യുവേഫ കോൺഫറൻസ് ലീഗ് ചാമ്പ്യന്മാരായതാരാണ്? ചെൽസിയാണ്. 2025 യുവേഫ കോൺഫറൻസ് ലീഗ് ചാമ്പ്യന്മാരായത് ചെൽസിയാണ്. 2026 ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് കോൺഫറൻസിന് വേദി എവിടെയാണ്? അഹമ്മദാബാദാണ്. ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് കോൺഫറൻസിന് വേദി അഹമ്മദാബാദാണ്. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ജയ്പൂർ ആണ്, രാജസ്ഥാൻ. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി ജയ്പൂർ ആണ്, രാജസ്ഥാൻ. റോയുടെ മേധാവിയായി നിയമിതനായതാരാണ്? റോയുടെ മേധാവിയായി നിയമിതനായത് പരാഗ് ജെയിൻ ആണ്. ഓക്കെ, താങ്ക് യു.